ഹലോ. അപ്പൊ ഇത് ഫ്രൈഡേ ആണ്. നമ്മളപ്പോ നമ്മുടെ ആ ഒരു Q&A ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം സെറ്റ് ആയി റെഡി ആയത്. അപ്പൊ ഇവ ഭയങ്കര കരച്ചിലും ബോളായി. അപ്പൊ നമ്മൾ ഇവാനെ ഉറക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ അഫിയുടെ കസിൻ വന്നു. അപ്പൊ എന്നാലും ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. അപ്പൊ ഞങ്ങൾ എവിടെ പോണമെന്ന് അറിയില്ല. ഫോൺ എന്താണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഒരു പ്ലാനും ഇല്ല. അപ്പൊ പെട്ടെന്ന് വന്നാണ്. അപ്പൊ അതുകൊണ്ട് പുറത്ത് പോയി നമ്മൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ Q&A എന്തായാലും വന്നിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ എങ്ങനെ ഷൂട്ട് ചെയ്യാം. അത് ഏതാ ആദ്യം അപ്ലോഡ് ചെയ്യാന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പോയിട്ട് വരാം. എങ്ങനെയുണ്ട് ഇത്ര ദിവസമായിട്ട് വന്നിട്ട്? ദുബായ് എങ്ങനെയുണ്ട്? ഞാൻ ദുബായിന്ന് കണ്ടിട്ടില്ല. ഞാൻ റൂമിനകത്ത് ഇരുന്ന് ഇങ്ങനെ ചുറ്റിന് നോക്കും. കുറെ ബിൽഡിങ്സ് മാത്രം കണ്ടിട്ടുണ്ട് കേട്ടോ ദുബായി വന്നിട്ട്. നമ്മളങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. ആകെ 2 വീക്കെൻഡ്സ് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സന്തോഷമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഈ വീക്കെൻഡിൽ പുറത്തിറങ്ങാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ Q&A പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വിചാരിച്ച അതിന് റിപ്ലൈ വന്നിട്ട് ആ വീഡിയോ നാളെ മറ്റന്നാളെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഇപ്പം കയറി വന്നു. പിന്നെ അവന് കുറച്ച് പണി കൊടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾ അവന്റെ കൂടെ ഒരുമിച്ച് പുറത്തിറങ്ങുവാണ്. എങ്ങോട്ട് വന്നേനു? അവിടെ ഒന്നുമില്ല. ഞങ്ങളെ ഹസ്ബൻഡിന് കുറച്ച് സാധനം നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ അവിടെ ഞങ്ങള് പോസ്റ്റ് ആക്കണ്ട. പോസ്റ്റ് ഒന്നും ആക്കൂല, കൊടുക്കാൻ പോവാ. പിന്നെ അങ്ങോട്ട് പോകും ദുബായ് മാള്. ഓക്കെ, നമുക്ക് ദുബായ് മാൾ നോക്കാം. ജ്യൂസ് അടിച്ച്. ഓക്കെ, നിന്റെ ഒക്കെ ചെലവാണേ. ആയിക്കോട്ടെ. ഓക്കെ. ഫൈനലി ഇപ്പൊ ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ദുബായ് മാൾ എന്ന് പറഞ്ഞാല് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാളാണ്. അപ്പോൾ അതിന് നമ്മൾ കുറേ കറക്കിയിട്ടാണ് നമ്മളിട്ട് കുറേ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കുറേ ചുറ്റിച്ച് അങ്ങനെ കാണാൻ പോയിട്ട് അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ദുബായ് മാളിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എനിക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊന്നും കണ്ടാൽ തീരുമെന്ന് തോന്നില്ല. അതിന് മാത്രമുള്ള കാഴ്ചകളുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്നിടത്തോളം എല്ലാം കണ്ടിട്ട് വരാം. ഡിനോസറിന്റെ സ്കെൽറ്റൻ ആണോ ഇത്? ഒറിജിനൽ ആണ്. 2008 USA വ്യോമിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചതാണ് ഈ ഒരു സ്കെൽറ്റൻ. നമ്മളിപ്പോ മുഴുവൻ സ്ഥലത്തൊന്നും കവർ ചെയ്യില്ല കേട്ടോ. കുറച്ച് ജസ്റ്റ് മെയിൻ അട്രാക്ഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് തന്നെ അക്യൂറിയം ആണ് കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് അക്യൂറിയം ആണ്. അപ്പോൾ കണ്ടിട്ട് തരാം. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിൽ ഓൾമോസ്റ്റ് ഒരു 30,000ഓളം അക്വാട്ടിക് ആനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഷാർക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന മാത്രമല്ല, അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുണ്ട്. ഒരു 51 മീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള അക്വേറിയമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാനൊക്കെ പറ്റും. പക്ഷെ അതിന് പാസ് എടുക്കണം. അപ്പോൾ നമുക്ക് പാസ്സൊക്കെ എടുത്തിട്ട് പിന്നീട് ഒരു ദിവസം ഉള്ളിൽ കയറാറ്.
ഹലോ കിറ്റിയുടെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റീസിലുള്ള ക്യാൻഡീസും പിന്നെ കുറേ ഡോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല വിലയാണ്, എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അപ്പോൾ ഇവ ആണെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് ഓടായിരുന്നു. പക്ഷേ അവിടെ ലോലിപോപ്പിന് പോലും 30 dirhams 40 dirhams ഒക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ്. അപ്പോൾ അവിടെ ലൈറ്റ് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ കരിക്കൊക്കെ കൊണ്ട് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 30 dirhams ആണ് കേട്ടോ ഈ ഒറ്റ കരിക്കിന്റെ വില. നമ്മുടെ നാട്ടിൽ നിന്ന് കരിക്കും കൊണ്ട് ഇവിടെ കച്ചവടം. ഇവിടുന്ന് ഫുൾ ക്രൗഡഡ് ആണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഫുൾ ആളുകളാണ്. അപ്പൊ ഇതിന്റെ പിറകിലായിട്ട് ലേക്ക് ഉണ്ടോ, അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഈ വാട്ടർ ഫൗണ്ടൻ ഉള്ളത്. വാട്ടർ ഫൗണ്ടൻ കണ്ടിട്ടുണ്ടാകുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നപ്പോൾ എനിക്ക് അത്ര ഭംഗി കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കണ്ടത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ മാളിൽ ഒരുപാട് ഉണ്ട് കേട്ടോ കാണാനായിട്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കംപ്ലീറ്റ് ഒന്നും കാണിക്കണില്ല. ഞാൻ കുറച്ച് എനിക്ക് നല്ലത് ഒന്ന് മാത്രം കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ മാളിലെല്ലാം മാളിലുള്ള പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നുള്ളൂ തന്നെയാണ്. പക്ഷെ ശരിക്കും കുറേ ഉണ്ട് കാണാനായിട്ട്. ഇവിടെ നമ്മൾ ഇന്നൊന്നും കണ്ടാലും തീരില്ല, അതിന് മാത്രം കാഴ്ചകളുണ്ട്. ഇവിടെ ശരിക്കും എത്ര ഷോപ്സ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കുറേ ഉണ്ട്. കാരണം ഇവിടെ ഈ ഒരു മാത്രമല്ല, ഇവിടെ അങ്ങോട്ടേക്ക് കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ കൂടുതലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിലയുണ്ട്. ശരിക്കും ആർട്ടിഫിഷ്യലാണെന്ന് പറയില്ല കേട്ടോ, കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്.
കുറച്ചൊരു ചെറിയൊരു ഓപ്ഷൻ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇനി എന്തായാലും ഇറങ്ങാൻ പോവാണ്. ഇനി അടുത്ത സ്ഥലം എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ ചൂട് മാത്രം ഒരു രക്ഷയില്ല, കാരണം തീരെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പൊ വലിയൊരു പണി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മണ്ടന്മാരാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് മറന്നും പോയി. എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയില്ല, എവിടെയാണോ വണ്ടി കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനും ഇവിടെ അകത്ത് കയറിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വണ്ടി കണ്ടുപിടിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തോ ഇവരാരോട്? ആ ശരി. അപ്പൊ അനു നമ്മളിവിടെ ഇറക്കിയിട്ട് പോയിട്ടോ. അനുവിന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ നമ്മളെ ഇവിടെ ഡേറയിൽ ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് സാം ഉണ്ട്, അഫിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ സാം വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അടുത്തപ്പോൾ സാമിനെ കിട്ടിയാൽ സാമിനെ എല്ലാവരും മുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മള് മൂന്നാറ് പോയ വീഡിയോയിലൊക്കെ സാം ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ഡേറ സിക്സ് സെന്ററിലാണ്. അപ്പൊ ഇവിടെ എന്തോ കാരിഫോ മാർക്കറ്റാണോ? കാരിഫോ മാർക്കറ്റില് എന്തോ ലെഗിൻസിന് എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിയിട്ട് പോകാന്ന് വെച്ചിട്ട് സാമ്പിൾ എടുത്തുകൊണ്ട് വന്നെയാണ്. ഇവിടെ ഭയങ്കര ഓഫേഴ്സ് ഒക്കെയാണ് കേട്ടോ. ഇതിനൊക്കെ 1 ദിറംസിലാണ് ഈ പാത്രങ്ങളുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് ഗ്ലാസുകള്, പിന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലുണ്ട്. ഇതിന് 1 ദിറംസിലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. 1 ദിറംസിന് ലെഗിൻസ് ഒക്കെ കിട്ടിയിട്ടാണ്. പക്ഷേ അത്ര വലിയ ക്വാളിറ്റി ഒന്നും തോന്നില്ല. സംഭവം നൈസായിട്ടുള്ള ക്ലോത്താണ്. കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കൊറേ കളക്ഷൻസ് ഉണ്ട്. സത്യം പറയാൻ എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പേടിയായിരുന്നു. ഞാൻ പോണേ ഇതിനൊക്കെ എന്തെങ്കിലും പേടി തോന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഭീകരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. നമുക്ക് അതിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാവേ. ഓരോ അസ്ഥികൂടങ്ങളെ പോലത്തെ സാധനങ്ങളും പ്രേതങ്ങളെ പോലത്തെ സാധനങ്ങളെ കൂടെ വെളി നോക്കിയിട്ടുണ്ട്. അയ്യോ ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ മൂന്നാർ പോയപ്പോ അവിടെ ഇതുപോലത്തെ എന്താണ് സ്ഥലം, ഹൊറർ ഹൗസ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് കയറിയിട്ട് പേടിച്ചോടി. എനിക്ക് ഇതിനകത്ത് കയറിയപ്പോ ഓർമ്മ വരുന്നത് അതേപോലത്തെ ഓരോ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ വലിയവർക്കുള്ളതും കുട്ടികൾക്കുള്ളതും അതുപോലെ എന്താ പറയാ ബോയ്സിന്റെ ഗേൾസിന്റെ എല്ലാവരുടെയും കളക്ഷൻസ് ഉണ്ട്. ഇവിടെ കുഞ്ഞു മാസ്കുകളുണ്ട്. മാസ്കുകളൊക്കെ ഡ്രസ്സുകൾക്കൊന്നും അത്ര വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും ഒരു 20 dirhams, 30, 35 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ.
ചില്ലറ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ തന്നെ 12:15 ഇനിയിപ്പോൾ അഫിക്ക് നാളെ ഓഫീസല്ലാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് പോവാണ്, റൂമിലോട്ട് പോവാണ്. അപ്പോൾ സാം നമ്മളെ കൊണ്ട് റൂമിലാക്കിയിട്ട് സാം പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ അടുത്ത എവിടെയെങ്കിലൊക്കെ പോകാം കേട്ടോ. നമുക്ക് അടിപൊളി പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു പ്ലാനിങ് ഒക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അടുത്ത പ്ലേസിലൊക്കെ പോവാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.